ഈ കമ്പനിക്കെതിരെ, ഈ കോറിക്കെതിരെ പരാതി പോലീസ് സ്റ്റേഷനിലടക്കം ചെയ്തു കഴിഞ്ഞാൽ പോലീസുകാർ വരെ ഇവരുടെ അഡ്രസ്സ് ചോദിക്കുകയാണ്. ആരാണ് പരാതി ചെയ്തത്, ആരാണ് പരാതി രേഖപ്പെടുത്തിയത് എന്ന് ചോദിച്ച് നിങ്ങളുടെ അഡ്രസ്സ് അടക്കം രേഖപ്പെടുത്തി കോറി ഉടമകൾക്ക് കൊടുക്കുന്ന പോലീസുകാർ വളരെയധികം വലിയ രീതിയിലേക്ക് ഡേഞ്ചറുള്ളൊരു കാര്യമാണ്. അതായത് വീണ്ടും ഇതേ അവസ്ഥയാണ്. എനിക്ക് മാത്രമല്ല, സാധാരണക്കാരെ എങ്ങനെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് അറിയിക്കുക ഓരോ കാര്യങ്ങൾ? വിളിച്ചാൽ ഇതന്നെയല്ലേ പ്രതികൾക്ക് ഒറ്റി കൊടുക്കല്ലേ ഇവർ ചെയ്യണത്? ഇതൊന്നും ശരിയല്ല, നടപടിയല്ലത്. എങ്ങനെ ഇപ്പം ഈ കാലത്തിലാണ് ഇതിന് പോലീസ് സ്റ്റേഷൻ വേണോ ഇതിന് സാധാരണക്കാർക്ക് വിളിച്ചു പറയാം? ഇതാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വല്ലതും സംഭവിക്കുകയാണെങ്കിൽ ഒന്ന് ഈ കോറി നടത്തുന്ന 28 പേരുണ്ട്. അതിലെടുത്ത് പേര് പറയുന്നത് അബ്ബാസാണ് എൻ്റെ ഫോട്ടോ എടുത്ത് കൊണ്ടുപോയിട്ടുള്ളത്. പിന്നെ ഫോണിൽ കൂടി എന്നെ ഭീഷണിപ്പെടുത്ത് പുളിക്കൽ മൂസ എന്ന് പറഞ്ഞ ആളാണ്. എന്നെ കുറച്ച് ദിവസമായിട്ട് ഓരോരുത്തർ ഫോളോ ചെയ്ത് നടക്കുന്നതായിട്ട് ഞാൻ ശ്രദ്ധപ്പെടുന്നുണ്ട്. വണ്ടികളായിട്ട് എൻ്റെ വീട് നോക്കിയിട്ടായാലും. ഈ കോറീൻ്റെ ചില ആൾക്കാരാണ്, എല്ലാവരും ഇല്ല, ചില ആളുകൾ ഈ കോറി വെട്ടാൻ വേണ്ടിയിട്ട്. ആരും പരാതി കൊടുക്കരുത് എന്നുള്ള രീതിയിലേക്കാണ് പോലീസുകാർ ശരിക്കും എന്ത് ചെയ്യണം, ഈ പോലീസുകാർ ആരാണ് പരാതി കൊടുത്തത് നമ്പർ അടക്കം കൊടുക്കുന്നത്. അത് തന്നെ എടുത്തു പറയേണ്ട വിഷയം തന്നെയാണ്. കാര്യം നമസ്കാരം. കോറി കാരണം ഞങ്ങൾക്ക് ജീവിക്കാൻ കഴിയുന്നില്ല, വീട്ടിൽ നിൽക്കാൻ കഴിയുന്നില്ല എന്നുള്ള പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കോട്ടക്കൽ കുറ്റിപ്പുറം ആമപ്പാറ എന്നുള്ള സ്ഥലത്ത് ഞാൻ നിൽക്കുന്നത്. അതായത് കോറി കാരണം നമുക്ക് അവിടെ ദൃശ്യങ്ങൾ കാണാൻ കഴിയും. വളരെയധികം മോശമായ രീതിയിലേക്ക് കുഴി ഉണ്ടാക്കിയിട്ടാണ് ഇവർ ശരിക്കും ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്നത്. എന്താണ് ശരിക്കും പറയാനുള്ളത്? ഇത് പറയാനുള്ളതെന്ന് വെച്ചാൽ ഇവിടെ കാലകാലങ്ങളായിട്ട് കോറികൾ നടക്കുന്നുണ്ട്. അവർ വ്യാജമായിട്ട് ലൈസൻസ് ഉണ്ടെന്നും ഓഡിറ്റോറിയം പണിയാനാണെന്നും പറഞ്ഞിട്ടാണ് ഇവിടെ കോറി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ബാക്കിൽ അന്വേഷിച്ച് പോകുമ്പോൾ ഇവർ ഗുണ്ടായുസത്തോടു കൂടിയും ഫോണിൽ കൂടി ഭീഷണിപ്പെടുത്തി അമർത്തിക്കൊണ്ടിരിക്കുന്നത്. ഓരോ ആൾക്കാരും പല സ്വാധീനത്തിൽ എടുത്തിട്ടാണ് ഇതിവിടെ കോറി നടത്തിക്കൊണ്ടിരിക്കുന്നത്. കോറിക്കെതിരെ ആരെങ്കിലും പ്രതികരിച്ച് കഴിഞ്ഞാൽ അവർ ഫോണിൽ കൂടിയായി ഇവർക്കെല്ലാം സപ്പോർട്ടും ചെയ്യുന്നുണ്ട്. കോട്ടയ്ക്ക് പോലീസും അതേമാതിരി വില്ലേജ് ഓഫീസറും ഇവരിലൂടെ എന്തെങ്കിലും വിളിച്ചു പറഞ്ഞാൽ ഉടൻ തന്നെ നേരെ കോറികളല്ല പിടിക്കുന്നത്. ഇവരുടെ പാവങ്ങളായ വണ്ടിക്കാരെ പിടിക്കുക, എന്നിട്ട് കോറി വീണ്ടും ഓണാക്കുക. ഇങ്ങനെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ എല്ലാ തരത്തിലും ഇതിന് ഉദ്യോഗസ്ഥർ കൂട്ടുനിന്നിട്ടാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ നേരെ ഇപ്പോൾ വധഭീഷണിയും എന്നെ തെരഞ്ഞ ആൾക്കാരും എൻ്റെ വീട്ടിലേക്ക് വരലും എൻ്റെ ഫോട്ടോ പല ആളുകൾക്കും അയച്ചു കൊടുത്ത് കൊല്ലണമെന്നും അങ്ങനെ ഒരുപാട് തീരുമാനത്തിലേക്കാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ കമ്പനിക്കെതിരെ, ഈ കോറിക്കെതിരെ പരാതി പോലീസ് സ്റ്റേഷനിലടക്കം ചെയ്തു കഴിഞ്ഞാൽ പോലീസുകാർ വരെ ഇവരുടെ അഡ്രസ്സ് ചോദിക്കുകയാണ്. ആരാണ് പരാതി ചെയ്തത്, ആരാണ് പരാതി രേഖപ്പെടുത്തിയത് എന്ന് ചോദിച്ച് നിങ്ങളുടെ അഡ്രസ്സ് അടക്കം രേഖപ്പെടുത്തി കോറി ഉടമകൾക്ക് കൊടുക്കുന്ന പോലീസുകാർ വളരെയധികം വലിയ രീതിയിലേക്ക് ഡേഞ്ചറുള്ളൊരു കാര്യമാണ്. അതായത് പരാതി കൊടുക്കുന്ന ആളുടെ പരാതി എന്താണെന്നും ആരാണ് പരാതി കൊടുത്തതെന്നും ഈ ശരിക്കും കോറി ഉടമകളെ അറിയിക്കുന്ന പോലീസ് നിയമം വല്ലാത്ത രീതിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് ആരാണ് പരാതി കൊടുത്തത് എന്ന് ആ പരാതിക്കാരൻ്റെ മൊബൈൽ നമ്പർ അടക്കം കോറിക്കാർക്ക് കൊടുക്കുന്ന ഒരവസ്ഥ, വല്ലാത്ത അവസ്ഥ. ശരി, കോട്ടക്കൽ പോലീസ് സ്റ്റേഷനിൽ തീർച്ചയായും ഇത് പ്രതിഷേധം അറിയിക്കേണ്ട കാര്യമുണ്ട്. ഇത്തരം സംഭവങ്ങൾ ശരിയല്ല. പരാതിക്കാരൻ ആരാണെന്ന് പ്രതിയോട് പറഞ്ഞു കൊടുക്കുന്ന രീതി അത്തരം വളരെ മോശമായ ഒരു കാര്യമാണ്. നിങ്ങൾക്ക് ഭീഷണി എന്ന് പറയുന്നത് എന്താണ് പറയാനുള്ളത്? ഞാൻ ഈ ഭീഷണിയെ തുടർന്നിട്ട് നമ്മളെ ജില്ലാ പോലീസ് മേധാവിനെ വിളിച്ചു. ജില്ലാ പോലീസ് മേധാവി ക്രൈം ബ്രാഞ്ചിന് ഇപ്പോൾ കൊടുത്തിട്ടുണ്ടെന്ന്, സ്പെഷ്യൽ ബ്രാഞ്ചിന് കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അതിനെക്കുറിച്ചിട്ടൊരു അന്വേഷണമോ കാര്യങ്ങളോ ഇതുവരെയായിട്ട് എനിക്ക് വന്നിട്ടില്ല. വീണ്ടും വിളിച്ചാലും വീണ്ടും ഇതേ അവസ്ഥയാണ്. എനിക്ക് മാത്രമല്ല, സാധാരണക്കാരെ എങ്ങനെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് അറിയിക്കുക ഓരോ കാര്യങ്ങൾ? വിളിച്ചാൽ ഇതന്നെയല്ലേ പ്രതികൾക്ക് ഒറ്റി കൊടുക്കല്ലേ ഇവർ ചെയ്യണത്? ഇതൊന്നും ശരിയല്ല, നടപടിയല്ലത്. എങ്ങനെ ഇപ്പം ഈ കാലത്തിലാണ് ഇതിന് പോലീസ് സ്റ്റേഷൻ വേണോ ഇതിന് സാധാരണക്കാർക്ക് വിളിച്ചു പറയാം? ഇതാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എനിക്ക് വല്ലതും സംഭവിക്കുകയാണെങ്കിൽ ഒന്ന് ഈ കോറി നടത്തുന്ന 28 പേരുണ്ട്. അതിലെടുത്ത് പേര് പറയുന്നത് അബ്ബാസാണ് എൻ്റെ ഫോട്ടോ എടുത്ത് കൊണ്ടുപോയിട്ടുള്ളത്.
പിന്നെ ഫോണിൽ കൂടി എന്നെ ഭീഷണിപ്പെടുത്തി പുളിക്കൽ മൂസ എന്ന് പറഞ്ഞ ആളാണ്. ഇവർ രണ്ടാളും പേര് എനിക്കുള്ളൂ. ബാക്കിയുള്ള എനിക്ക് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ ഈ കോറി ഉടമകളാണ് ഇതിനുള്ള ഉത്തരവ്. എന്തുകൊണ്ട് അങ്ങനെ പറയാം? താങ്കളെ ഭീഷണിപ്പെടുത്തുന്നതിനനുസരിച്ച് താങ്കളെ ഫോളോ ചെയ്യുന്ന സംഭവം വല്ലതും ഉണ്ടായിട്ടുണ്ടോ? എന്നെ കുറച്ച് ദിവസമായിട്ട് ഓരോരുത്തർ ഫോളോ ചെയ്ത് നടക്കുന്നതായിട്ട് ഞാൻ ശ്രദ്ധപ്പെടുന്നുണ്ട്. വണ്ടികളായിട്ട് എൻ്റെ വീട് നോക്കിയിട്ടായാലും ഈ കോറീൻ്റെ ചില ആൾക്കാരാണ്, എല്ലാവരും ഇല്ല, ചില ആളുകൾ ഈ കോറി വെട്ടാൻ വേണ്ടിയിട്ട് പല നമ്മളെ സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ടിട്ട് കുറേ റെക്കോർഡുകളും കാര്യങ്ങളൊക്കെ എൻ്റെ അടുത്തുണ്ട്. എൻ്റെ ഫോട്ടോ അയച്ചു കൊടുത്ത് എൻ്റെ വീട്ടിലെ CCTVയിൽ അവർ വന്നതും അവരെൻ്റെ ഫോട്ടോ എടുക്കുന്നതൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. കാരണം ഇത് ശരിക്കും ഒരു പരാതി കൊടുക്കാൻ പോലും ഭയക്കുന്ന രീതിയിലേക്ക് കോറി മുതലാളിമാരെ ശരിക്കും വെക്കുക എന്നുള്ള രീതിയൊക്കെ വല്ലാത്ത കഷ്ടമാണ്. കാര്യം പരാതി കൊടുത്ത ആളുകൾ ആരും പരാതി കൊടുക്കരുത് എന്നുള്ള രീതിയിലേക്കാണ് പോലീസുകാർ ശരിക്കും എന്ത് ചെയ്യണം, ഈ പോലീസുകാർ ആരാണ് പരാതി കൊടുത്തത് നമ്പർ അടക്കം കൊടുക്കുന്നത്. അത് തന്നെ എടുത്തു പറയേണ്ട വിഷയം തന്നെയാണ്. കാര്യം ആർക്കും നീതി വേണ്ട എന്നുള്ള രീതിയിലേക്കാണ്, മുതലാളിമാർക്ക് മാത്രം നീതി മതി. ഇവിടെ ഈ പോലീസുകാരൊക്കെ വന്ന് നോക്കണം. അതായത് പൊടിയുടെ ശല്യം കൊണ്ടും മറ്റുള്ള സംഭവങ്ങളൊക്കെ ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്കാണ് ഇവർ ഇവിടെ നിൽക്കുന്നത്. കാര്യം അത്രയും വലിയ കുഴികളൊക്കെയാണ് ഇവിടെ ഉള്ളത്. അതായത് അനധികൃതമായി മണ്ണെടുക്കുക എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് അത്രയും വലിയ കുഴി, കിണർ പോലെയൊക്കെയാണ് കുഴി കുഴിച്ചിട്ടിരിക്കുന്നത്. ദൃശ്യങ്ങളിൽ കാണുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എന്താണ് അടുത്ത പരിപാടി? ഇനി ഇതിനെതിരെ നിയമപോരാട്ടമായിട്ട് ഞാൻ മുന്നോട്ട് പോവുകയാണ്. പോരാത്ത ഇവിടെ കോറി വെട്ടിയിട്ട് മുതലാളിമാർ സ്ഥലം ഒഴിവാക്കി പോവുക, അത് വലിയ കുണ്ടായി കിടക്കുക. എന്നിട്ട് കഞ്ചാവും മറ്റതും മറിച്ചതും ലഹരികളുള്ള അടിമട്ട് നമ്മൾ ഓരോ സ്കൂൾ കുട്ടികളും പോണ റൂട്ടിലാണ് ഇത് സംഭവിക്കുന്നത്. ഇവർ കോറി വെട്ടാൻ വേണ്ടിയിട്ട് വമ്പം മതിൽ കെട്ടുക, അതിൻ്റെ മറവിൽ അവർ എന്നിട്ട് ലാസ്റ്റ് ഒഴിവാക്കി പോകും. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ പല ലഹരികളും നമ്മളെ കുട്ടികൾക്ക് പോലും റോട്ടുമ്പോൾ കൂടി നടക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്കാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ ആരെങ്കിലും പ്രതികരിച്ചിട്ടുണ്ടെങ്കിൽ അവരെ കൊല്ലുന്നും ഭീഷണിപ്പെടുത്തും. ഇതിൽ പല ആളുകൾക്കും പരാതി കൊടുക്കണമെന്നുണ്ട്, പക്ഷെ ആരും മുന്നോട്ട് വരുന്നില്ല, പേടിയാണ് ഇവരെ. അതുകൊണ്ടാണ് ഇനിയെങ്കിലും ഇത് മിണ്ടാതെ നിന്നിട്ടുണ്ടെങ്കിൽ ഇനി നമ്മൾ ഓരോ കുട്ടികൾ ഓരോ അനാവശ്യത്തിൽ തൂങ്ങി മരണത്തിലേക്കും കഞ്ചാവും മറ്റ് മാഫിയയിലേക്ക് പോയാലേ ഇവരൊക്കെ പഠിക്കുള്ളൂ, എന്നിട്ടേ ഇവർ പ്രതികരിക്കുള്ളൂ. കുട്ടികൾ കോറിക്കൊണ്ട് ചാടിയിട്ട് എന്തെങ്കിലും പറ്റിയാൽ അപ്പോൾ അവിടുത്തെ ആൾക്കാർ പ്രതികരിക്കുള്ളൂ. അതിന് മുമ്പ് ഞാൻ പ്രതികരിച്ചു പോയി. അതിനാണ് ഈ വധഭീഷണിയും കാര്യങ്ങളൊക്കെ. തീർച്ചയായും. അപ്പോൾ എനിക്ക് വധഭീഷണി ഉണ്ട് എന്നുകൂടെ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ ആളുടെ പേര് വരെ പറഞ്ഞു, അവരാണ് ഉത്തരവാദി എന്നാണ് പറയുന്നത്. അതായത് പരിസരവാസിയുണ്ട്, തൊട്ടടുത്തുള്ള വീട് തന്നെയാണ്. എന്താ നിങ്ങളുടെ പേര്? എൻ്റെ പേര് അബ്ദുൽ ഗഫാർ. എന്താണ് പ്രശ്നം? ഞങ്ങൾക്ക് പൊടീൻ്റെ പ്രശ്നമാണ് മെയിനായിട്ടുള്ളത്. അവരോട് ഞങ്ങൾ നേരിട്ട് തന്നെ പറഞ്ഞതാണ് പൊടീൻ്റെ പ്രശ്നം നല്ല ബുദ്ധിമുട്ടാണെന്ന്. അപ്പോൾ അവർ കുറേ മറിച്ചിട്ടുണ്ട്, പായ കെട്ടിയിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ടും പൊടീൻ്റെ പ്രശ്നം നിൽക്കുന്നൊന്നുമില്ല. അപ്പോൾ ഞങ്ങൾ ലീഗലായിട്ടൊന്നും കംപ്ലൈൻറ്റിന് ഇതുവരെ പോയിട്ടൊന്നുമില്ല. എന്തുകൊണ്ടാണ് പോവാത്തത്? അത് പരിസരവാസികൾ എല്ലാവരും കംപ്ലൈൻറ്റ് ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ അവരൊന്നും ഇപ്പം മുന്നോട്ട് ഇറങ്ങുന്നു പേടിച്ചിട്ടാണെന്നാണ് എൻ്റെ സംശയം. എൻ്റെ പ്രശ്നം ഇവിടെ പൊടീൻ്റെ പ്രശ്നം, സൗണ്ട്, പിന്നെ കുട്ടികൾക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ ഈ കോറി കാരണം ഇവിടെ മുമ്പ് വെട്ടിയ കോറികളൊക്കെ ഇവിടെ വലിയ പ്രശ്നത്തിൽ അവിടെ കഞ്ചാവ്, പെണ്ണുപിടി എല്ലാ സംഭവങ്ങളും നടക്കുന്നുണ്ട്. അതുപോലെ ഒരവസ്ഥ ഇനി ഇവിടെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളത് മുന്നോട്ട് ഇറങ്ങുന്നത്. തീർച്ചയായും ആൾതാമസമുള്ള മേഖലകളിൽ, അതായത് ആളുകൾ താമസിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ശരിക്കും പഞ്ചായത്തിൻ്റെയൊക്കെ സപ്പോർട്ടോടുകൂടി ഇത്തരം സംഭവങ്ങൾ ചെയ്യുന്ന സമയത്ത് കുറച്ച് ആളുകളുടെ ജീവിതം അസൗകര്യമാകുന്ന രീതിയിലേക്ക് പോകും. തീർച്ചയായും ഇത്തരം ന്യൂസുകൾ കൊണ്ടുവരുന്നത് ശരിക്കും നീതി കിട്ടാൻ വേണ്ടി മാത്രമാണ്. പല ആളുകളും പേടിച്ച് നിൽക്കുന്ന ഒരവസ്ഥ ഉണ്ട് എന്ന് ഇവർ തന്നെ വെളിപ്പെടുത്തുന്നു. പേടിച്ച് നിർത്താനുള്ള സംഭവങ്ങൾ അവർ തന്നെ ചെയ്യുന്നു. പേടിപ്പിച്ച് നിർത്തുക എന്നുള്ളതാണ് ശരിക്കും പോലീസ് സ്റ്റേഷനൊക്കെ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഇതിനെതിരെ 100% ജനങ്ങൾ പ്രതികരിച്ച് രംഗത്ത് വരേണ്ടതാണ് എന്ന് പറയേണ്ടതുണ്ട്. നന്ദി, നമസ്കാരം.